ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വലിയൊരു ട്രെൻഡാണ് റിച്ച് ലൈഫ് മറ്റുള്ളവരെ മുമ്പിൽ കാണിച്ച് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും പറയുന്നില്ല. ഇസ്ലാം പറയുന്നത് ഹലാലായി സമ്പാദിക്കുക, ഹലാലായ മാർഗത്തിൽ മാത്രം എന്ത് ചെയ്യുക, പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനെ തുടർന്ന് വരേണ്ടതാണ്, അതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് വരേണ്ടതാണ് പണം എന്നുള്ളത്. അല്ലാതെ ഏത് വഴിയും തിരഞ്ഞെടുത്ത് നമുക്ക് പണം ഉണ്ടാക്കാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാം നമ്മളോട് പറയുന്നില്ല. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് 100 രൂപ വരുമാനമുള്ള ആൾക്കാർ 200 രൂപൻ്റെ അല്ലെങ്കിൽ 1000 രൂപ വരുമാനമുള്ള ആൾക്കാർ 2000 രൂപൻ്റെ ലൈഫ് മറ്റുള്ളവർ മുമ്പിൽ കാണിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അപകടമാണ് ഉണ്ടാക്കുന്നത്. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അഥവാ നമുക്ക് ഒരു 100 രൂപയാണ് വരുമാനം ഉണ്ടെങ്കിൽ ആ 100 രൂപ എങ്ങനെ ചെലവഴിക്കണം എന്ന കൃത്യമായ ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾ ആർജിച്ചെടുക്കണം. അത് ഇസ്ലാം കൃത്യമായി പറയുന്നുണ്ട്. അല്ലാതെ ഒരു 100 രൂപയുള്ള ആൾക്കാർ പിന്നെ വീണ്ടും എന്താ പറയുക, മറ്റുള്ളവർ കാണാൻ വേണ്ടി ലോൺ എടുത്തും EMI എടുത്തും മറ്റൊക്കെ ആയിട്ട് വീണ്ടും കൂടുതൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടി ചെയ്താൽ എന്താ ഉണ്ടാവുക? കൂടുതൽ കടക്കാരനാവുക ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുക ചെയ്യുന്നത്. ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ മാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ അൻത വ മാലികുദ് ദുനിയ സവാ എന്ന്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു ഹൃദയം വേണം. അങ്ങനെ തൃപ്തിപ്പെടാനുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ നീയും രാജാവൊക്കെ എന്താണ്, ഒരുപോലെയാണ് എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ലൈഫല്ല യഥാർത്ഥത്തിലുള്ള ലൈഫ്. നന്നായി അധ്വാനിക്കുക, പരമാവധി ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ്. പണം ഉണ്ടാക്കണമെങ്കിൽ ക്ഷമ വേണം. അഥവാ ക്ഷമിച്ച് നേരായ വഴിയിൽ പണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. അതിനെ തുടർന്നുണ്ടാകുന്ന പൈസക്ക് എന്ത് ചെയ്യുക, ഒരു ബർക്കത്ത് ഉണ്ടാവും. ആ പൈസ എങ്ങനെ ഉപയോഗിക്കണം എന്നും കൂടി ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ആർജിച്ചെടുത്ത് എന്താണ് ലൈഫിൽ ആവശ്യം, എന്താണ് ആവശ്യമില്ലാത്തതെന്നൊക്കെ മനസ്സിലാക്കി സ്വന്തത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ എന്ത് ചെയ്യുക, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജീവിതം ഉണ്ടാകാൻ പോകുന്നത്.